ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുന്നിൽ. LDFന്റെ 5 സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്തു. മലപ്പുറം കരുളായിയിൽ UDF ഭരണം നിലനിർത്തി. ഇടുക്കി, കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിലെ 28 തദ്ദേശ വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. വിശദാംശങ്ങളുമായി അൻസില ചേരുന്നു. അൻസില, ഇപ്പോൾ ഏതൊക്കെ വാർഡുകളിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വന്നിട്ടുള്ളത്? എന്താണ് സാഹചര്യം? അൻസില, കേൾക്കാമെങ്കിൽ ഇപ്പോൾ ഏതൊക്കെ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് പുറത്തു വന്നിട്ടുള്ളത്? എന്താണ് ഇവിടങ്ങളിലെ സാഹചര്യം? മിക്ക വാർഡുകളും LDFന്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു. ഇവയെല്ലാം UDF പിടിച്ചെടുക്കുന്ന കാഴ്ചയാണോ ഉള്ളത് ഇപ്പോൾ? കമലേഷ്, നമുക്കറിയാം ഇടുക്കി, കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിലെ 28 തദ്ദേശ വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ 10 മണിയോട് കൂടി തന്നെ ആദ്യ ഫലസൂചനകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അറിഞ്ഞ് ഏകദേശം 20-ന് മുകൾ വാർഡുകളിലെ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് LDF 9 വാർഡുകളിൽ ഇപ്പോൾ ജയിച്ചിരിക്കുന്നതായാണ് ഏറ്റവും പുതിയ വിവരം. അതോടൊപ്പം തന്നെ UDF 8 ഇടത്തും 2 ഇടത്ത് NDAയും 4 ഇടത്ത് സ്വതന്ത്രരും വിജയിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ സ്വതന്ത്രർ ഭൂരിഭാഗവും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് UDF അനുകൂല സ്വതന്ത്രരാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് LDFന്റെ 5 സിറ്റിംഗ് സീറ്റുകൾ ഇപ്പോൾ UDF പിടിച്ചെടുത്തിരിക്കുന്നു എന്നൊരു പുതിയ വാർത്തയും നമുക്ക് പങ്കുവെക്കാനുണ്ട്. ഇതിൽ നമ്മൾ പ്രധാനമായും നോക്കിയിട്ടുണ്ടായിരുന്നത് മലപ്പുറത്തെ കരുളായി പഞ്ചായത്തിലെ ചക്കിട്ടാമല വാർഡായിരുന്നു. ഈ ചക്കിട്ടാമല വാർഡിനെ ആശ്രയിച്ചായിരുന്നു കരുളായി പഞ്ചായത്തിൻ്റെ ഭരണം നിലനിന്നിരുന്നത്. നമുക്കറിയാം മുൻപ് അവിടെ ലീഗായിരുന്നു, ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു ആ വാർഡ്. എന്നാൽ ലീഗിലെ വ്യക്തി അവിടുന്ന് രാജിവെച്ചത് കൊണ്ടാണ് അവിടെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. എന്നാൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ UDF ജയിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ലഭിക്കുന്നത്. ഇതോടുകൂടി അവിടെ ഭരണമാറ്റത്തിനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് LDF ഈ 28 വാർഡുകളിൽ 11 വാർഡുകളിൽ ഇപ്പോൾ LDF ജയിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത പങ്കുവെക്കാനുണ്ട്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് എറണാകുളം പോത്താനിക്കാടിൽ LDFന് ജയിച്ചു. പോത്താനിക്കാടിലെ റിസൾട്ടാണ് ഏറ്റവും ആദ്യം ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ LDF ജയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിൽ LDF ജയിച്ചിട്ടുണ്ട്. പത്തനംതിട്ട കല്ലൂപ്പാറയിൽ NDA ആണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 28 സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ 2 ഇടത്ത് NDA ജയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം പത്തനംതിട്ട കല്ലൂപ്പാറയിലാണ്. അതോടൊപ്പം തന്നെ മയ്യിൽ പഞ്ചായത്തിലെ വള്ളിയോട്ട് വാർഡിൽ LDF ജയിച്ചിട്ടുണ്ട്. കോട്ടയം കടപ്ലാമറ്റം വയലാട്ടൗൺ വാർഡിൽ സ്വതന്ത്രനാണ് ജയിച്ചിരിക്കുന്നത്. ഇദ്ദേഹം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ UDF സ്വതന്ത്രനാണ്. അതോടൊപ്പം തന്നെ ഇതൊരു LDFന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു. ഇവിടെയാണ് ഇപ്പോൾ UDF സ്വതന്ത്രൻ ആ സീറ്റ് പിടിച്ചിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നത്. കോട്ടയത്തെ തന്നെ അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കടക്കാവൂർ നിലയ്ക്കാമുക്കിൽ LDF ജയിച്ചിട്ടുണ്ട്. കൊല്ലം മുനിസിപ്പാലിറ്റിയിലെ മീനത്തുംചേരി വാർഡിൽ UDF ജയിച്ചിട്ടുണ്ട്. ആലപ്പുഴ തണ്ണീർമുക്കം വാർഡിൽ NDA ജയിച്ചിട്ടുണ്ട്. ആലപ്പുഴ എടത്ത് തായങ്കരി വെസ്റ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ വിനീത ജോസഫാണ് ജയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മലപ്പുറം ഊരകം കോടാലിക്കുണ്ട് വാർഡിൽ UDF ജയിച്ചിട്ടുണ്ട്. കോഴിക്കോട് ചെറുവണ്ണൂരിലെ കക്കറമുക്ക് വാർഡിൽ UDFലെ മുംതാസ് ജയിച്ചിട്ടുണ്ട്. ഇവിടെയും ഭരണമാറ്റത്തിനുള്ളൊരു സാധ്യത നിലനിൽക്കുന്ന ഒരു പഞ്ചായത്തായിരുന്നു. അവിടെ ഇപ്പോൾ UDF ആണ് ജയിച്ചിട്ടുള്ളത്. കൊല്ലം വിളക്കക്കുടി കുന്നിക്കോട് വടക്ക് വാർഡിൽ LDF ജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ നമ്മൾ ഈ 28 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുകൾ ഇപ്പോൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ LDFന് 12 വാർഡുകളിൽ ജയമെന്ന ഏറ്റവും പുതിയ വിവരവും ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ 4 സ്വതന്ത്രന്മാരും 2 ഇടത്ത് NDAയും ജയിച്ചിരിക്കുന്നു. 8 ഇടത്ത് UDFും ജയിച്ചിരിക്കുന്ന എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. കമലേഷ്, മനസ്സിലായി. ഇപ്പോൾ ഈ 12 ജില്ലകളിലെ 28 വാർഡുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യ ഫലം പുറത്തു വരുമ്പോൾ കൃത്യമായി LDFനൊരു മുൻതൂക്കമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് LDF ആണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്.
തീർച്ചയായും കമലേഷ്, നമുക്ക് ഇപ്പോൾ ലഭിച്ച ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് LDF 12 വാർഡുകളിൽ ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കമലേഷ്, നമുക്കറിയാം ഈ ഒരു ഭരണമാറ്റത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടായിരുന്നു ഏകദേശം 2-3 പഞ്ചായത്തുകളിലടക്കം. പക്ഷേ ഇവിടെ ഒന്നും ഭരണമാറ്റത്തിനുള്ള ഈ റിസൾട്ടുകൾ പുറത്തു വന്നപ്പോൾ ഇവിടെയൊന്നും ഭരണമാറ്റത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണമാറ്റത്തിനുള്ള ഏറ്റവും സാധ്യത നിലനിന്നിരുന്നത് മലപ്പുറത്തെ കരുളായി പഞ്ചായത്തിലെ ചക്കിട്ടാമല 12ാം വാർഡിനെ ആശ്രയിച്ചായിരുന്നു. ആ പഞ്ചായത്തിലെ ഭരണമാറ്റത്തെ കുറിച്ചുള്ള അവിടെ ഭരണം പിടിച്ചെടുക്കാമെന്നുള്ള ലക്ഷ്യം LDF-നായിരുന്നു. എന്നാൽ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, തൃശ്ശൂരിലെ സാഹചര്യം എങ്ങനെയാണ്? തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ തളിക്കുളം വാർഡിലടക്കമുള്ള 2 വാർഡുകളിലാണ് തൃശ്ശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? കമലേഷ്, തൃശ്ശൂർ നടന്ന 2ഇടങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2ഇടത്തും CPM വിജയിച്ചു. 2ഇടങ്ങളിലും CPM നിലനിർത്തുകയാണ് ഉണ്ടായത്. കടങ്ങോട് പഞ്ചായത്തിലെ 14ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 234 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF-ന്റെ MK ശശിധരൻ വിജയിച്ചത്. ഈ വാർഡിലെ നേരത്തെ മെമ്പറായിരുന്ന KP സുനിൽ അവിടെ മരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതുപോലെ തന്നെ തളിക്കുളം ബ്ലോക്ക് ഡിവിഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും CPM വിജയിച്ചു. കല ആണ് വിജയിച്ചത്. 66 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെയും വിജയിച്ചത്. കമലേഷ്, വ്യക്തമാണ് അനീഷ്. തൃശ്ശൂരിലെ 2 വാർഡുകളിലും CPM വിജയിച്ചിരിക്കുന്നു എന്നതാണ് സാഹചര്യം. ആകെ 12 വാർഡുകളിൽ LDF ജയിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. 8ഇടത്ത് UDF ആണുള്ളത്. ഇപ്പോൾ കൊല്ലത്ത് നിന്നും ബിനോയ് ചേരുന്നു. ബിനോയ്, കൊല്ലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർഡിൽ LDF-ന്റെ സിറ്റിംഗ് സീറ്റ് UDF പിടിച്ചെടുത്തിരിക്കുന്നു എന്നതാണ് വാർത്ത. എന്താണ് വിവരങ്ങൾ? RSPയിലെ ദീപു ഗംഗാധരനാണ് 638 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി CPM-ന്റെ സിറ്റിംഗ് സീറ്റിൽ നിന്നും വിജയിച്ചിരിക്കുന്നത്. കാരണം CPM വളരെ പ്രതീക്ഷ വെച്ച് പുലർത്തിയ ഒരു വാർഡ് കൂടിയാണ് മീനത്തുചേരി വാർഡ്. കൊല്ലം നഗരസഭയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ്, CPM-ന്റെ കേന്ദ്രങ്ങളിലൊന്നാണ് ഈ മീനത്തുചേരി എന്ന് പറയുന്ന പ്രദേശം. അവിടെ നിന്നാണ് RSPയുടെ നേതൃനിരയിലൊന്നും ഇല്ലാത്ത സാധാരണ പ്രവർത്തകനായ ദീപു ഗംഗാധരൻ 638 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു അട്ടിമറി നടന്നിരിക്കുന്നത് കല്ലൂപ്പാറയിലാണ്. കല്ലൂപ്പാറ പഞ്ചായത്തിലെ 9ാം വാർഡിൽ നേരത്തെ CPM-ന്റെ സിറ്റിംഗ് സീറ്റ് തന്നെയായിരുന്നു. അത് നേരത്തെ 56 വോട്ടുകൾക്കാണ് CPM വിജയിച്ചെങ്കിൽ ഇത്തവണ മാറ്റം വന്നിരിക്കുന്നു. 93 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി BJP-യുടെ രാമചന്ദ്രനാണ് അവിടെ നിന്ന് വിജയിപ്പിച്ചിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥിയായ രാമചന്ദ്രൻ അവിടെ നിന്ന് വിജയിച്ചിരിക്കുന്നു. എന്നാൽ ഈ 2 സ്ഥലങ്ങളിലും ഭരണമാറ്റമോ അല്ലെങ്കിൽ CPM-ന് ഭരണം നഷ്ടപ്പെടുകയോ ഒന്നും ഉണ്ടാകില്ല. മറ്റ് 2 ഗ്രാമപഞ്ചായത്ത് വിളക്കുടിയിലും ഇടമുളയ്ക്കലിലും CPM അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുകയും ചെയ്തു. എങ്കിലും എടുത്തു പറയത്തക്ക നേട്ടം ഇപ്പോൾ UDF-നാണ് കൊല്ലം ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം കൊല്ലം കോർപ്പറേഷനിൽ വലിയ സീറ്റുകളൊന്നും തന്നെ ഇല്ലാത്ത UDF ഇത്തവണ ഒരു RSPയിലൂടെ ദീപു ഗംഗാധരനെ വിജയിപ്പിച്ചതോട് തന്നെ UDF-ന്റെ ഒരു വലിയ നേട്ടമായി തന്നെ അവർ കാണുകയും ചെയ്യുന്നുണ്ട്. വ്യക്തമാണ് ബിനോയ്. കൊല്ലത്ത് ഭരണമാറ്റം അടക്കമുള്ള വലിയ തരത്തിലുള്ള സാഹചര്യങ്ങളില്ലെങ്കിലും CPM-ന്റെ 2 സിറ്റിംഗ് സീറ്റുകൾ RSPയിലൂടെ UDF പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ട്. ഇത് UDF-നെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ്. കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നു. റിയാസ്, കോഴിക്കോടും ഇത്തരത്തിൽ വളരെ നിർണായകമായ ചില വാർഡുകളുണ്ട്. അവിടുത്തെ സാഹചര്യം എന്താണ്? കമലേഷ്, കോഴിക്കോട് ജില്ലയിൽ ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 15ാം വാർഡായ കക്കറമുക്ക് ഡിവിഷനിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. ഇവിടെയാണ് UDF-ന്റെ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ P മുംതാസ് 168 വോട്ടിന് അട്ടിമറി വിജയം നേടിയത്. ഇത് LDF-ന്റെ ഒരു സിറ്റിംഗ് സീറ്റായിരുന്നു ഈ വാർഡ് എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന CPI-യിലെ ET രാധയുടെ നിര്യാണത്തെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായി വന്നത്.
ഇ.ടി. രാധയുടെ മരണത്തെ തുടർന്ന് ആകെയുള്ള 15 വാർഡിൽ 8 വിജയിച്ചിരുന്ന LDFന് ഒരു സീറ്റിന്റെ കുറവ് വരികയും പിന്നീട് 7-7 എന്ന നിലയിൽ തുല്യത പാലിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് നറുക്കെടുപ്പിലൂടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു. അതിൽ പഞ്ചായത്ത് ഭരണം കോൺഗ്രസിന് UDFന് ലഭിച്ചു. കോൺഗ്രസിലെ NT ഷിജിത്താണ് നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമായ വിധി കൂടിയായിരുന്നു ഈ ഒരു വാർഡിൽ വന്നിരുന്നത് വാർഡിൽ നിന്നും ഉണ്ടായിരുന്നത്. അത് UDF അട്ടിമറി വിജയം നേടിയതോടുകൂടി നിലവിലെ പഞ്ചായത്ത് ഭരണം, അതായത് നറുക്കെടുപ്പിന്റെ ആനുകൂല്യത്തിൽ UDFന് ലഭിച്ച പഞ്ചായത്ത് ഭരണം വ്യക്തമായ മേൽക്കൈയോടെ നിലനിർത്താൻ UDFന് സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് LDFന് നറുക്കെടുപ്പിലൂടെ നഷ്ടപ്പെട്ട ആ പഞ്ചായത്ത് ഭരണം ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതോടുകൂടി അത് പൂർണ്ണമായി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. LDFന് വേണ്ടി KC ആയിഷയായിരുന്നു ഇവിടെ സ്ഥാനാർത്ഥിയായി ഉണ്ടായിരുന്നത്. ഒപ്പം ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ 3 ഇടങ്ങളിലും LDFന്റെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം 3ഉം LDFന്റെ സിറ്റിംഗ് സീറ്റ് കൂടിയായിരുന്നു. മയിൽ പഞ്ചായത്ത് 8ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി EP രാജൻ വിജയിച്ചു. UDF സ്ഥാനാർത്ഥി അബ്ദുൽ മനാഫിനെ 301 വോട്ടുകൾക്കാണ് രാജൻ പരാജയപ്പെടുത്തിയിരുന്നത്. നേരത്തെ മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ KK കൃഷ്ണ രാജിവെച്ചതിനെ തുടർന്നാണ് ഈ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നത്. കണ്ണൂരിന്റെ മലയോര മേഖലയായ പേരാവൂർ ഗ്രാമപഞ്ചായത്തിൽ 1ാം വാർഡിൽ മേൽമുരിങ്ങോടിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി T രഘുലാഷ് വിജയിച്ചു. 146 വോട്ടിൽ ഭൂരിപക്ഷത്തിനാണ് ഇവിടെ LDF സ്ഥാനാർത്ഥി വിജയിച്ചത്. UDF സ്ഥാനാർത്ഥിക്ക് 375 വോട്ടുകളാണ് ഇവിടെ സ്വന്തമാക്കാൻ സാധിച്ചത്. ഒപ്പം ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കൊട്ടൂർ വാർഡ് LDF നിലനിർത്തി. ഇവിടെ നേരത്തെ LDF തന്നെയായിരുന്നു വിജയിച്ചത്. CPMന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന വാർഡ് മെമ്പർ ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായി വന്നത്. ഇവിടെ CPMലെ KC അജിത് 189 വോട്ടിനാണ് വിജയിച്ചത്. ഒപ്പം വയനാട് നിന്നുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ വയനാട് സുൽത്താൻ ബത്തേരി നഗരസഭയിലാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇവിടെ പാളാക്കര ഡിവിഷനിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFലെ KS പ്രമോദാണ് വിജയിച്ചത്. LDFലെ PK ദാമുവിനെ 204 വോട്ടിനാണ് പരാജയപ്പെടുത്തിയത്. കമലേഷ്. വ്യക്തമാണ് റിയാസ്. സംസ്ഥാനത്താകെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ LDFന് മേൽക്കൈയുണ്ടായെങ്കിലും ചില നിർണായക വാർഡുകൾ UDF പിടിച്ചെടുക്കുന്ന സാഹചര്യമാണ്. കൊല്ലത്ത് 2ഇടത്ത് LDFന്റെ സിറ്റിംഗ് സീറ്റുകൾ UDF പിടിച്ചെടുക്കുന്നു. കോഴിക്കോട് ഒരു സിറ്റിംഗ് സീറ്റ് LDFൽ നിന്നും UDF പിടിച്ചെടുക്കുന്നു. അതോടുകൂടി പഞ്ചായത്തിൻ്റെ ഭരണവും UDF നിലനിർത്തുന്ന സാഹചര്യമുണ്ട്. റിയാസ് KMR ആണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.